നാടിന്റെ വാർത്തകളും വിശേഷങ്ങളും തേടിയുള്ള യാത്രയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിളാവിഷനിലേക്ക് സ്വാഗതം. കേരളത്തിലെ യുവ കവയിത്രിക്ക് ദേശീയ അംഗീകാരം. വികാരാത്മക കവിതകളിലൂടെ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. സൃഷ്ടിപരമായ കഴിവും ആഴമുള്ള വികാരപ്രകടനവും കൊണ്ട് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് തിരൂർ പുറത്തൂർ ആശുപത്രിപ്പടി സ്വദേശിയായ 19-കാരി പ്രാർത്ഥന പ്രേം IBRM അച്ചീവർ എന്ന ബഹുമതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നൽകിക്കൊണ്ട് ദേശീയ തലത്തിൽ അംഗീകാരം നേടി. ഒരു മണിക്കൂറിനുള്ളിൽ താൻ രചിച്ച 55 ഇംഗ്ലീഷ് കവിതകൾ അവതരിപ്പിച്ചാണ് പ്രാർത്ഥന പ്രേം ഈ നേട്ടം കൈവരിച്ചത്. ദുഃഖം, നഷ്ടപ്പെട്ട പ്രണയം, പശ്ചാത്താപം, മാനസിക വേദന തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് പ്രാർത്ഥന പ്രേമിന്റെ കവിതകൾ. സമയത്താണ് ആദ്യമായിട്ട് കവിത എഴുതി തുടങ്ങുന്നത്. കവിത എഴുതി തുടങ്ങാനുള്ള കാരണം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പല സാഹിത്യക്കാരുടെയും ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും വ്യത്യസ്തമായ ഭാഷയിൽ അവർ സംസാരിക്കണ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഭാഷയോട് കേൾക്കാനൊക്കെ. പിന്നെ അത് മെല്ലെ എഴുതാനൊക്കെ ശ്രമിച്ച് അങ്ങനെ ആദ്യമായിട്ട് കവിത എഴുതിയതൊക്കെ മലയാളത്തിലാണ്. പിന്നെ പോകെ ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങി. പിന്നെ മുഴുവൻ ഇംഗ്ലീഷിലോട്ടുള്ള കവിതകളായിരുന്നു. 2026 മെയ് 9 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എഡിറ്റോറിയൽ ബോർഡ് നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ നേട്ടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. സാഹിത്യ പ്രതിഭ മാത്രമല്ല, മനുഷ്യൻ്റെ സങ്കീർണമായ വികാരങ്ങളെ ശക്തമായ കവിതകളാക്കി മാറ്റാനുള്ള കഴിവും പ്രാർത്ഥന പ്രേമൻ്റെ ഈ നേട്ടം തെളിയിക്കുന്നു. തിരൂർ പുറത്തൂർ ആശുപത്രിപ്പടി സ്വദേശിയായ പ്രാർത്ഥന പ്രേം ആദ്യം തൻ്റെ ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കുന്നതിനായാണ് കവിത എഴുതി തുടങ്ങിയത്. പിന്നീട് അതൊരു ഗൗരവപരമായ സൃഷ്ടിയായി വളർന്നു. ഇത് ദേശീയ അംഗീകാരത്തിലേക്ക് എത്തിച്ചു. തൻ്റെ ഈ നേട്ടത്തിന് പിന്നിൽ മാതാപിതാക്കളുടെ പിന്തുണയും പ്രോത്സാഹനവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അവരുടെ വിശ്വാസമാണ് തനിക്ക് ആത്മവിശ്വാസം നൽകിയത് എന്നും പ്രാർത്ഥന പ്രേം പറഞ്ഞു. പ്രേംരാജ് ഷൈനി ദമ്പതികളുടെ മകളാണ് പ്രാർത്ഥന പ്രേം. നമ്മളുടെ പെർസ്പെക്റ്റീവ്സ്, നമ്മൾ ഈ ലോകം കാണുന്ന ഓരോ പെർസ്പെക്റ്റീവ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കാഴ്ചപ്പാടേ വേറെയാണ്. അപ്പോൾ ആ കാഴ്ചപ്പാട് നമുക്ക് ലൈഫിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും നമ്മളെ മുന്നോട്ട് ഇതാക്കാൻ വേണ്ടി. അപ്പോൾ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അത് ഈ പ്രൊഫഷൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കളയരുത്. പാഷൻ തന്നെ പ്രൊഫഷൻ ആക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ആക്കുന്നവരുണ്ട്. പക്ഷേ പാഷൻ ഉള്ളിടത്തോളം കാലം നമ്മളെ ലൈഫിൽ തന്നെ വളരെ അധികം ഉള്ളൊരു പോസിറ്റീവ് എനർജിയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് റിലീഫ് ആണെങ്കിലും എന്തിനും നമുക്ക് വേറൊന്നും തേടിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു കലേനെ തന്നെ വളർത്തിക്കൊണ്ടുവന്നാൽ മതി. അപ്പം എന്നും നമ്മുടെ ഉള്ളിലുള്ള പാഷൻ, അതിപ്പോൾ ഒരു 5 വയസ്സുകാരിയാണേലും 15 വയസ്സുകാരിയാണേലും 50 വയസ്സുകാരിയാണേലും എന്നും അത് നമ്മുടെ ഉള്ളിൽ ഒരു വളരെ അനുഗ്രഹമായി കണ്ടെത്തി അതെന്നും വളർത്തണം. ഇതൊരു ഫിനിക്സ് പക്ഷിനെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണ്. ഫിനിക്സ് പക്ഷികളെ എത്ര താഴ്ത്തിയാലും അവരെ എത്ര ഇല്ലാതെ ആയാലും അവരെ ഒരു ദിവസം വീണ്ടും ചിറകടിച്ച് വീണ്ടും ഉയരത്തിലോട്ട് പറക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണിത്. കവിതയുടെ പേര് ദ ഫിനിക്സ് വിത്തിൻ എന്നാണ്. From ashes cold and broken, it rose once more, a silent flame against the darkened shore. The sky had watched its final breath before, yet destiny had written something more. Its wings were scorched by sorrow's endless fire. Its heart had carried pain and lost desire. The world believed its journey reached to the end, but flames became the strength it couldn't transcend. ജയ്പൂർ വിവേകാനന്ദ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ പ്രാർത്ഥന പ്രേം തൻ്റെ ഈ നേട്ടം യുവ എഴുത്തുകാർക്കും കലാകാരന്മാർക്കും പ്രചോദനമാണെന്നും ആത്മാർത്ഥതയ്ക്കും സമർപ്പണവും ഉണ്ടെങ്കിൽ ചെറുപ്പത്തിലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാമെന്നതിന് ഇത് തെളിവാണ് എന്നും ഈ നേട്ടത്തിന് ശേഷം സാഹിത്യരംഗത്ത് കൂടുതൽ മുന്നേറാനും ഭാവിയിൽ സ്വന്തം കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാനും ലക്ഷ്യമിടുന്നു എന്നും നിളാവിഷനോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നിളാവിഷൻ, പുറത്തൂർ. കാണേണ്ട എങ്ങനെയാന്നൊക്കെയുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് കവിതകളും എഴുതാറുണ്ട്.